ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റാണ് ഗൈസ് കളിക്കാൻ പോകണം. അപ്പം ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ സീരീസാണെന്ന് നീ. അപ്പോൾ ഗൈസ് ഇതേ ഈ നമ്മൾ ചാരട്ടറിനെയൊക്കെ ഒരു ചാരട്ടറിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ ഇത് വെച്ചായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ്, നമുക്ക് വല്ല വില്ലേജ് കണ്ടുപിടിക്കാം ഗൈസ്. വില്ലേജ് മതി. വില്ലേജ് ആകുമ്പോൾ വില്ലേജേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് മൈൻക്രാഫ്റ്റൊക്കെ അറിയാം. ഇത് മൈൻക്രാഫ്റ്റ് അല്ല ഗൈസ്, മൈൻക്രാഫ്റ്റിൻ്റെ അനിയനായ ക്രാഫ്റ്റ്സ്മാനാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. മൈൻക്രാഫ്റ്റ് പോലെ തന്നെ നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ക്രാഫ്റ്റ്സ്മാനാണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത്. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂട്യൂബിൽ ക്രാഫ്റ്റ്സ്മാൻ്റെ വീഡിയോ ഇടുന്നത്. ഓക്കെ, സ്ലോ ആയിട്ട് നെറ്റ് വരണം. ലോഡാട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ വേൾഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ പൊന്നെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഗോളല്ല, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരു വീടുണ്ടാക്കുന്നതാണ് നമ്മുടെ മെയിൻ ഇത്. ഞാൻ ഈ വീഡിയോ ഓരോ പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോഴല്ലേ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ഇതാകത്തുള്ളൂ. ഇതിപ്പോൾ പാർട്ട് 1 ആണ്. ഈ മൈൻക്രാഫ്റ്റ് ജീവിതത്തിൻ്റെ സർവൈവൽ പാർട്ടാണ് ഇതിൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാ പാർട്ടും കാണുക, എന്നാലല്ലേ നമുക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, ഈ വില്ലേജിൽ ഞാൻ പണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ കോസ്റ്റൽ വില്ലേജ് അടിച്ചെടുത്തിട്ട് പടാടെ അല്ലേ വന്നേക്കുന്നു. അല്ല എന്നോടാ അടാ അവിടെ നിൽക്കടാ, നീ എൻ്റെ ഫുഡാടാ. ഡിന്നറേ അവിടെ നിൽക്കടാ. എൻ്റെ ഡിന്നർ ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബെഡൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതേ വേറെ ഡിന്നർ അവിടെ നിന്ന് ഡിന്നറിൻ്റെ പൂരമായിരിക്കുമല്ലോ. ഡിന്നർ ഓയ് ഡിന്നർ ഓയ് അവിടെ നിൽക്കും. മനുഷ്യന് ദേഷ്യം വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ സമയം കളയാനുള്ള വില്ലേജേഴ്സിൻ്റെ എന്നൊക്കെ വല്ല ഞാൻ വില്ലേജേഴ്സിൻ്റെ ഓസി ജീവിക്കാൻ പോവാണ്. ഇന്ന് ഞാൻ ഓസി ജീവിക്കും, നാളെ ഞാൻ ഓസി ജീവിക്കും. ശരിയപ്പോൾ ഓസി ജീവിച്ചതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, എവിടുന്നൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഗൈസ്. എവിടുന്നൊക്കെയോ സോംബീസിൻ്റെ മറ്റേ കുരിപ്പുകളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. കുരിപ്പ് സോംബീസ്. ബെസ്റ്റ്, ഞാൻ ഈ വീടിൻ്റെ മണ്ടയ്ക്ക് ഇത് മറ്റൊരു വീടാണ് ഗൈസ്. ഈ വീട്ടിലൊരു ചെസ്റ്റ് ഉണ്ടാവും. അതിൽ നമുക്ക് നല്ല സാധനങ്ങൾ ഇട്ട് അയ്യോ ഇയാളാണല്ലോ ഓണർ. ആരും കണ്ട പോലീസിന് വിളിച്ചാൽ നമ്മൾ ജയിലിൽ പോകും. നമുക്ക് ഇങ്ങനെ മോഷ്ടിക്കാം ഗൈസ്. ആരും കാണാണ്ടിരുന്നാൽ മതി. ബാക്ക് വശത്തോട്ട് പോ. അമ്മേ കണ്ടില്ല. ആരെങ്കിലും കണ്ടോ? എന്നെ കണ്ടില്ല. ഓ ഇതാണ് ഗൈസ്. സോഡ് ഇട്ടിട്ടുണ്ട്, ഒരു പിക്കാക്സ് ഇട്ടിട്ടുണ്ട്, ബ്രെഡ് ഇട്ടിട്ടുണ്ട്, അയൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു. ആരും കണ്ടില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട് പോലെ, ആ വീട്ടിൽ പോകണം ഗൈസ്. നമ്മളല്ലെങ്കിൽ വില്ലേജസിൻ്റെ മോഷ്ടിക്കാൻ വേണം. ആൾക്കാരെ ശരിക്കും മോഷ്ടിച്ചിരുന്നാണ്. ഞാനൊരു ഒരു മോഷ്ടിക്കാൻ പോയല്ല അറിയും. ഇതിൻ്റെ അപ്പുറത്ത് ഇതൊരു ലൈബ്രറിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഞാനിവിടെ ഇല്ല. ഞാനിവിടെ ഇല്ല. ഇവിടെ ആരുമില്ല. ഇങ്ങോട്ട് നോക്കണ്ട. ഇവിടെ ആരുമില്ല. ഇപ്പോൾ കണ്ടിരുന്നെങ്കിൽ പോലീസിന് വിളിച്ചാണ് മോഷ്ടിക്കാൻ. ഓക്കെ, നമുക്ക്
പാർക്കോർ ചെയ്യാം ഗൈസ്. ഇച്ചിരി പാർക്കോർ വെച്ചാണ്. ഓക്കെ, ഒരു ഹൈ ജമ്പ് എടുത്ത് അമ്മേ ഷേ ഹൈ ജമ്പ്. ഞാൻ ഹൈ ജമ്പ് നടത്തിയിട്ട് വരുമോ, പാർക്കോർ ചെയ്തിട്ട് വരുമോ? അങ്ങനെ പറ്റത്തില്ല. ഞാൻ പാർക്കോർ ചെയ്തിട്ട് വരുത്തി. അയ്യോ എന്നൊരു പാർക്കോർ ഈ തവണ എനിക്കിവിടെ പൊട്ടിക്കാം. ചെസ്റ്റ് അവിടെ ഇല്ല. ചെസ്റ്റ് ഇങ്ങോട്ട് വേണം ഗൈസ്. ഞാനിപ്പോൾ കള്ളനായി വരുന്നുണ്ട് ശരി. ഇങ്ങനെ മോഷ്ടിച്ചാരും കാണത്തില്ല. ഇവിടെ എങ്ങാണ്ട ചെസ്റ്റ് ഗൈസ്. എല്ലാവരും കണ്ട വേട്ട പോയി ദേ ഇരിക്കുന്ന ഗൈസ് നമ്മുടെ ചെസ്റ്റ്. എടാ എൻ്റെ പൊന്നെ, ഞാൻ കോടീശ്വരനായല്ലേ. ബൂട്ടൊക്കെ ഉണ്ട്, അത് വേണ്ട. നമ്മുടെ ഓർമ്മയുണ്ട്. ഗോൾഡൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ ഗൈസ്, ഓപ്സീഡിയൻ കിട്ടുന്നു. ഓപ്സീഡിയൻ ഇപ്പോൾ വേണ്ട. അതെല്ലാം നെതറിൽ പോകുമ്പോഴൊക്കെ പിന്നെ വിളിക്കാം. ഓക്കെ ഗൈസ്, ഒക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വാക്കോറും. അയ്യോ അവിടെ എന്താ എൻ്റെ ഹാർട്ട് നോക്കിയേ കുറവ്. നമുക്ക് വേഗം പോയി മരം വെട്ടണം ഗൈസ്. മരം വെട്ടുകാരനാണ് ഞാൻ. റോക്കി അല്ല, ഞാൻ പുഷ്പരാജായിട്ട് മരം വെട്ടാൻ പോവുക. പുഷ്പരാജ് പുഷ്പ ഗൈസ്. നമുക്ക് ഇത്തിരി കോബിൾ സ്റ്റോൺ വേണം ഫർണിസ് ഉണ്ടാക്കാനും. എട്ടെണ്ണം മതിയോ? എട്ടെണ്ണം മതി. കോബിൾ സ്റ്റോൺ നമുക്ക് ആദ്യം തന്നെ മെയിൻ ഇതാണെന്താണെന്ന് വെച്ചാൽ നമുക്ക് മരം വെട്ടണം. ചിലപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഓഫായി പോകും ഗൈസ്. ഈ സീരീസ് ഇടയ്ക്ക് വെച്ച് ഓഫായി പോകും. ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തും ഗൈസ്. ഓക്കെ, നമുക്ക് മരം വെട്ടി എല്ലാം റെഡിയാക്കി വയ്ക്കാം ഗൈസ്. എന്നിട്ട് അടുത്ത എപ്പിസോഡിലായിരിക്കും നമുക്ക്. ഈ എപ്പിസോഡിൽ എനിക്ക് പറ്റുമെന്ന് അറിയത്തില്ല. പറ്റത്തില്ല ചിലപ്പോൾ. എനിക്കിപ്പോൾ ചിലപ്പോൾ പറ്റത്തില്ല ഗൈസ്. പുഷ്പരാജ്, ഞാനാണ് പുഷ്പരാജ് മക്കളെ, പുഷ്പരാജ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഇത് ചെയ്യണം. ഓക്കെ, പ്ലാങ്ക്സ് ഉണ്ടാക്കാം. മിക്കവാറും തന്നെ പോകും ഗൈസ്. നമുക്കൊരു 10 വരെ എന്നെ പിടിക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ആദ്യം വീടുണ്ടാക്കുന്ന ആംഗിളൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ അടുത്ത എപ്പിസോഡ് നമുക്ക് വീടിൻ്റെ ഈ പുല്ലൊക്കെ അങ്ങോട്ട് വെട്ടി വെക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ആംഗിൾ ഞാൻ കറക്റ്റ് ചെയ്ത് ഈ 10 ആകുമ്പോൾ തന്നെ നമുക്ക് നിർത്തണം. ഇവിടെ ഇതൊരു വലിയ കൊട്ടാരമാണ് ഈ വീട്. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, ഓ ദേ അയങ്കോളം മച്ചൻ. അയങ്കോളം, ഹലോ മച്ചനെ. അവിടെ ഇങ്ങോട്ട് തിരിഞ്ഞോക്കോ. ഞാനിവിടുത്തെ പുതിയ ഗസ്റ്റാണ് ഈ വില്ലേജിൽ. അവനൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവനൊക്കെ നമുക്ക് പിന്നെ കൊന്നോളെ ശരിയായാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ആംഗിൾ കറക്റ്റാക്കി വയ്ക്കാം. ഓക്കെ, എൻ്റെ വീടിൻ്റെ ആംഗിൾ. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ വീട് ഇച്ചിരി നീണ്ടുള്ള സ്ഥലം. ഓക്കെ, വീട് പണിയുമ്പോഴൊക്കെ നമ്മൾ ഇഷ്ടമല്ല ഇതും കൊണ്ട് പണിയണം ഗൈസ്. മരം കൊണ്ട് തന്നെ നല്ല മരം കൊണ്ടുള്ള വീടുണ്ടാക്കണം ഗൈസ്. അതുകൊണ്ടൊന്നും ഉണ്ടായി മറ്റേ ക്രീപ്പർ വോട്ടറിങ്ങാണോ വന്ന് പൊട്ടിക്കുക. പിന്നെ പോയി ഗൈസ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ആംഗിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം കൂടി കൂട്ടണം, സമയമുണ്ട്. ഓക്കെ, പുഷ്പ പണി ഞങ്ങൾക്ക് വീടുണ്ടാക്കാം.
ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.